എടുക്കാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അല്ല യൂണിറ്റ് 7 ആയ ദ ബേർഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ദ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദ ബേർഡ് എന്താണ്? ദ ബേർഡ് പക്ഷി അല്ലെ? ബേർഡ് എന്ന് പറഞ്ഞാല് പക്ഷിയാണ് അല്ലെ? അപ്പൊ ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. എന്താണ് ഈ ചിത്രം നന്നായി നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഈ ചിത്രങ്ങൾ കണ്ടോ? എന്താ ഈ ചിത്രത്തിലുള്ളത്? എന്താ ഈ ചിത്രത്തിലുള്ളത്? ഇവിടെ കേക്കൊക്കെ ഉണ്ട് അല്ലെ മുന്നില്. പിന്നെന്താ കുറെ ആൾക്കാരുണ്ട് അല്ലെ. പിന്നെ ബലൂണും ഒക്കെ എന്താ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാരുടെ കയ്യിൽ എന്താ പ്രൈസുകൾ ഉണ്ട് അല്ലെ, സമ്മാനപ്പൊതികൾ ഉണ്ട് അല്ലെ, അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇതെന്താണ്? ബർത്ത്ഡേ പാർട്ടി ആണെന്ന് തോന്നുന്നു അല്ലെ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത്? ബലൂൺ ഉണ്ട്, പിന്നെന്താണ് കുറെ ആൾക്കാരുണ്ട്, പിന്നെ കേക്ക് ഉണ്ട്, ക്യാൻഡിൽ ഉണ്ട് അല്ലെ, മെഴുകുതിരി ഉണ്ട്, പിന്നെ പ്രസന്റ് ഉണ്ട് അല്ലേ, പിന്നെ ഫ്ലവേഴ്സ് ഓക്കെ ഒക്കെ ഉണ്ട് അല്ലേ. വാട്ട് ഒക്കേഷൻ ഡു യു സെലിബ്രേറ്റ് അറ്റ് ഹോം? എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കൽ? എന്താണ് എന്തൊക്കെയാ സെലിബ്രേറ്റ് ചെയ്യല് നിങ്ങളെ വീട്ടിൽ നിന്ന്? ബർത്ത്ഡേ ആഘോഷിക്കും അല്ലേ, പിന്നെ എന്താണ് മാരേജ് കല്യാണം ആഘോഷിക്കും അല്ലേ, പിന്നെ ആനിവേഴ്സറി, അങ്ങനെ കുറെ ഇത് ആഘോഷിക്കുന്നുണ്ട് അല്ലേ. അപ്പം ദെൻ ഡു യു ഗീവ് പ്രസൻസ് ഓൺ സച്ച് ഒക്കേഷൻസ്? ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആഘോഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒക്കേഷൻസ് എന്താണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടാറുണ്ടോ? സമ്മാനം കിട്ടാറുണ്ടോ? ദെൻ ദ ഗിഫ്റ്റ്. എന്താ ഗിഫ്റ്റ് പറഞ്ഞാൽ സമ്മാനം അല്ലെ. അപ്പൊ എന്താണ് ദ ഗിഫ്റ്റ് നോക്കാം നമുക്ക്. ഇറ്റ് വാസ് സെറോസ് ബർത്ത്ഡേ. ഇതെന്താണ്? സെറോന്റെ ബർത്ത്ഡേ ആണ് അല്ലെ. ഹി റിസീവ്ഡ് മെനി പ്രസൻസ്. അവൻ എന്താണ്? ഒരുപാട് പ്രസൻസ് അവന് കിട്ടി. But the present his uncle gave him was a different one. പക്ഷേ but എന്ന് പറഞ്ഞാൽ പക്ഷേ കേട്ടോ. but എന്ന് പറഞ്ഞാൽ പക്ഷേ. present his uncle gave him was different one. അവന്റെ അങ്കിൾ കൊടുത്ത സമ്മാനം എന്താണ്? എല്ലാരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. He thought it was more interesting than the rest. അപ്പൊ അവന് വിചാരിച്ചെന്താണ്? ബാക്കിയുള്ളതിൻ്റെയും എന്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഇതാണെന്നും അവന് വിചാരിച്ചു. ഇറ്റ് വാസ് എ ട്രാപ്പ് ഫോർ എ കാച്ചിങ് ബേർഡ്. എന്താണ് സമ്മാനം? ഇതെന്താണ്? ബേർഡ്സിനെ ക്യാച്ച് ചെയ്യാനുള്ള എന്താണ്? ട്രാപ്പാണ് അല്ലെ, കെണി എന്ന് പറയും. സെറോ വാസ് വെരി ഹാപ്പി. എന്താ? സെറോ ഭയങ്കര ഹാപ്പി ആയി അല്ലെ. ഹി റാൻ ഇൻ ടു ദ ഹൗസ് ടു ഷോ ഹിസ് മദർ ദ ട്രാപ്പ്. അവനെ ഓടി എന്താക്കിയായി വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അമ്മേനെ കാണിച്ചു കൊടുത്തു ഈ ട്രാപ്പ് അല്ലെ. കണ്ടോ ട്രാപ്പ് കെണി അല്ലെ. ദെൻ ബട്ട് ഹിസ് മദർ സെഡ്. പക്ഷെ അവന്റെ അമ്മ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്ലേ തിങ്. ഇതെന്താ നല്ല സാധനമൊന്നല്ല, കളിക്കാൻ പറ്റിയ നല്ല സാധനമൊന്നല്ല അല്ലെ. വാട്ട് ഡു യു വാണ്ട് ടു ഡു വിത്ത് ബേർഡ്സ്? നീ എന്താ ബേർഡ്സിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? വൈ ഡു യു വാണ്ട് ടു ട്രാപ്പ് ദം? എന്തുകൊണ്ടാണ് നീ അവരെ ട്രാപ്പ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു അല്ലെ. ഐ ആം ഗോയിങ് ടു കീപ് ദം ഇൻ എ കേജ്, സെറോ സെഡ്. അപ്പൊ സെറോ പറഞ്ഞ എന്താണ്? ഞാന് എന്താണ് കേജിൽ അല്ലെ, കൂട്ടിൽ ഞാൻ സൂക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ലെ. ഐറ്റങ്ങളെ പിടിച്ചിട്ട് കൂട്ടിലാക്കും എന്ന് പറഞ്ഞു. സെറോ സെഡ് ദേ വിൽ സിംഗ് ഫോർ മീ. അവരെനിക്ക് വേണ്ടി പാട്ട് പാടും. ആൻഡ് ഐ വിൽ ഫീഡ് ദം. ഞാൻ അവർക്ക് എന്താക്കും? ഭക്ഷണം കൊടുക്കും എന്നാണ് സെറോ പറഞ്ഞത്. ഓക്കെ. ദെൻ അപ്പോ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വാസ് ദ പ്രസന്റ് സെറോ ഗോട്ട് ഫ്രം ഹിസ് അങ്കിൾ? എന്ത് പ്രസന്റ് ആണ് സെറോക്ക് അവന്റെ അങ്കിളിൽ നിന്ന് ലഭിച്ചത്? ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ്? അത് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്? വാട്ട് ഡിഡ് സെറോസ് മദർ സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് പ്ലേ തിങ്? എന്തുകൊണ്ടാണ് സെറോന്റെ അമ്മ പറഞ്ഞത് ഇത് നല്ല കളിക്കുന്ന ഒരു സാധനം അല്ലാതെ എന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അമ്മമാരൊക്കെ അങ്ങനെ പറയാറുണ്ടോ? എന്തുകൊണ്ടാണ് അമ്മമാർ അങ്ങനെ പറയല്? ഒരു ജീവിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ. നോക്കാം. ദ ട്രാപ്പ്. എന്താണ്? ട്രാപ്പ് ആണ് അല്ലെ. സെറോ കളക്ടഡ് സം സീഡ്സ്. സെറോ എന്താക്കി? കുറച്ച് എന്താണ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് അരിമണികളൊക്കെ ശേഖരിച്ചു അല്ലെ. He scattered them on the board of the trap and set it in the backyard. അവൻ എന്താക്കി? ബാക്ക് യാർഡിലെ മുറ്റത്ത് എന്താക്കി? ആ ട്രാപ്പ് സെറ്റ് ചെയ്ത് എന്നിട്ട് അവൻ എന്താക്കി? ആ ട്രാപ്പിന്റെ ആ ബോർഡിൽ എന്താക്കി? കുറച്ച് അത് ആ സീഡ്സ് വിതറി. എന്നിട്ട് എന്താക്കി? അത് ബാക്ക് യാർഡിൽ മുറ്റത്തിന്റെ അടുക്കള ഭാഗത്തായിട്ട് എന്താക്കി? അത് സെറ്റ് ചെയ്തു. ഹി സ്റ്റുഡ് ദർ വെയിറ്റിംഗ് ഫോർ ദ ബേർഡ്സ്. അവരെന്താക്കി? അവിടെ ബേർഡ്സിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലെ. ബട്ട് ദ ബേർഡ്സ് വെർ സ്കേർഡ് ഓഫ് ഹിം. പക്ഷെ എന്താണ്? അവനെ കണ്ടിട്ട് ബേർഡ്സ് ഒന്നും വരുന്നില്ല അല്ലെ. ബേർഡ്സിനൊക്കെ അതിനെ പേടിച്ചിട്ട് ബേർഡ്സ് ഒന്നും വരുന്നില്ല. ദേ വുഡ് നോട്ട് കം നിയർ ദ ട്രാപ്പ്. അവരെന്താണ്? ഈ ട്രാപ്പിന്റെ അടുത്തേക്ക് വരുന്നതേ ഇല്ല അല്ലെ. സോ സെറോ ലെഫ്റ്റ് ദ ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ആൻഡ് വെന്റ് ഇൻസൈഡ് ദ ഹൗസ്. അപ്പൊ എന്താക്കി? ബേർഡ്സ് ഒന്നും വരാത്തതുകൊണ്ട് എന്താക്കി? ഈ സെറോ എന്താക്കി?
ഈ ബാക്ക് യാർഡിൽ മുറ്റത്ത് എന്താക്കി ഈ ട്രാപ്പ് അവിടെ വെച്ചിട്ട് അവനെന്താക്കി വീടിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. ഡോണ്ട് യു തിങ്ക് ട്രാപ്പിംഗ് ബേർഡ്സ് ഈസ് എ ബാഡ് പ്രാക്ടീസ്? നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് ബേർഡ്സിനെ പിടിക്കുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല എന്നുള്ള ബാഡ് പ്രാക്ടീസ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാല്ലേ? അങ്ങനെ ബേർഡ്സിനെ ഒന്നും വെറുതെ പിടിക്കരുത് അല്ലേ? വിൽ സെറോ ഗെറ്റ് എനി ബേർഡ്? സെറോക്ക് ബേർഡ്സിനെ കിട്ടുമോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെറോക്ക് ബേർഡിനെ കിട്ടുമോ? നോക്കാം നമുക്ക് അല്ലേ. ഹാർട്ട് ബീറ്റ്സ്, എന്താണ് ഹൃദയമിടിപ്പ് അല്ലേ. ആഫ്റ്റർ ഡിന്നർ, അപ്പം എന്താണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെ, ഡിന്നർ കഴിച്ചതിന് ശേഷം ഹി റാൻ ഈഗർലി ടു ലുക്ക് അറ്റ് ദ ട്രാപ്പ്. അവനെന്താക്കി ഓടി ട്രാപ്പിന്റെ അടുത്തേക്ക് പോയി നോക്കിയില്ല. ആകാംക്ഷയോട് കൂടി അവന് ആ ട്രാപ്പിന്റെ അടുത്തേക്ക് പോയി നോക്കി ഡിന്നർ കഴിച്ചതിന് ശേഷം അല്ലെ. ഇറ്റ് വാസ് ഷട്ട്, അതെന്താ അടച്ചിട്ടുണ്ട് അല്ലെ, ക്ലോസ് ആയി കിടക്കുന്നുണ്ട് അല്ലെ. ഹി സോ എ ലിറ്റിൽ ബേർഡ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് അഗെയിൻസ്റ്റ് ദ ബാർസ്. അപ്പൊ അവനെന്താ ആ കൂട്ടിനുള്ളിൽ ഒരു പക്ഷി ചിറകിട്ടടിക്കുന്നത് കണ്ട് അല്ലെ. സെറോ ടുക്ക് ദ ട്രാപ്പ് ആൻഡ് ക്യാരിഡ് ഇറ്റ് ഇൻ ടു ദ ഹൗസ്. സെറോ എന്താക്കി ആ ട്രാപ്പ് എടുത്തുകൊണ്ടുപോയി അല്ലെ. എടുത്തിട്ട് എന്നിട്ട് എന്താക്കി വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി അല്ലെ. ആ ട്രാപ്പും കൊണ്ടിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അല്ലെ. അപ്പൊ മദർ ലുക്ക് ഐ ഹാവ് ഗോട്ട് എ ബേർഡ് ഹി ക്രൈഡ് അല്ലെ. അവനെന്താ ക്രൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും കരയാന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൻ ഉറക്കെ പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവൻ അമ്മേനോട് പറയാണല്ലേ, അമ്മേ നോക്കൂ എന്താ ഞാനൊരു ബേർഡിനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഐ തിങ്ക് ഇറ്റ് ഈസ് എ നൈറ്റിംഗൽ. എനിക്ക് തോന്നുന്നത് നൈറ്റിംഗൽ ആണെന്നാ തോന്നുന്നത്. ജസ്റ്റ് സീ ഹൗ ഇറ്റ്സ് ഹാർട്ട് ബീറ്റ്സ്. ഇതിന്റെ ഹാർട്ട് ബീറ്റ്സ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു അല്ലെ. എങ്ങനെ ഉണ്ട് ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഹിസ് മദർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ വൈൽഡ് കനാറി. ബി കെയർഫുൾ, ഡോണ്ട് ഹർട്ട് ഇറ്റ്, യു ഹാഡ് ബെറ്റർ ലെറ്റ് ഇറ്റ് ഗോ. എന്താ അവന്റെ അമ്മക്ക് മനസ്സിലായത് എന്താ ഒരു വൈൽഡ് കനാറിയാണ് അല്ലെ. അപ്പൊ അവൻ പറഞ്ഞെന്ത്, അമ്മ പറഞ്ഞെന്താണ്, ശ്രദ്ധിക്കണം നന്നായിട്ട്, ശ്രദ്ധേലു ആവൂ, എന്താണ് അതിനെ ഉപദ്രവിക്കരുത്, അതിനെ മുറി പറ്റിക്കരുത് അല്ലെ. നിനക്ക് നല്ല എന്താണ് അതിനെ പറത്തി വിട്ടുകോ, നീ അത് പോവാൻ അനുവദിക്കാനാണ് അമ്മ പറയുന്നത് അല്ലെ. നോ ഐ ആം ഗോയിങ് ടു ഗിവ് ഇറ്റ് സം ഫുഡ് ഹി സെഡ്. ഇല്ല, ഞാൻ എന്താണ് ഈ ഇതിന് കുറച്ച് ഫുഡ് കൊടുക്കാൻ പോവാണെന്ന് അവൻ പറഞ്ഞു അല്ലെ. വാട്ട് ഫുഡ് വുഡ് സെറോ ഗീവ് ദ ബേർഡ്സ്? എന്ത് ഫുഡായിരിക്കും ഈ സെറോ ആ ബേർഡിന് കൊടുക്കുക? വിൽ ദ ബേർഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഫുഡ് സെറോ ഗീവ്സ്? എന്താണ് സെറോ കൊടുക്കുന്ന ഫുഡിൽ ആ ബേർഡിന് സാറ്റിസ്ഫൈ ആവുമോ, എന്താണ് ഓക്കെ ആവുമോ? ഉണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ വൈ, എന്തുകൊണ്ട് എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ എ വാണിംഗ്, എന്താണ് ഒരു വാണിംഗ് ആണ് അല്ലെ. സെറോ പുട്ട് ദ ബേർഡ് ഇൻ എ കേജ്. സെറോ എന്താക്കി ആ ബേർഡിനെ ഒരു കൂട്ടിലിട്ട് അല്ലെ. ഫോർ 2 days, 2 ദിവസത്തിൽ ഹി ഗേവ് ഇറ്റ് സീഡ്സ് ആൻഡ് വാട്ടർ. എന്താ 2 ദിവസം എന്താക്കി അതിന് ഫുഡ് എന്താണ് അരിമണികളും അതുപോലെ എന്താണ് വാട്ടറൊക്കെ കൊടുത്തില്ലേ. ഓൺ ദ 3rd day ഹി ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ ബേർഡ്. 3ാമത്തെ ദിവസം എന്താക്കി അവൻ ആ ബേർഡിനെ കുറിച്ച് തന്നെ മറന്നുപോയി അല്ലെ. ഹി ഡിഡ് നോട്ട് ഈവൻ ഫീഡ് ദ ബേർഡ്. എന്താണ് അവന് ഫുഡ് കൊടുക്കാൻ തന്നെ മറന്നുപോയി. ഹിസ് മദർ സെഡ്, അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, സീ ഹൗ യു ഹാവ് ഫോർഗോട്ടൺ യുവർ ബേർഡ്, ലെറ്റ് ഇറ്റ് ഗോ. അപ്പൊ എന്താ അമ്മ പറയാണ് അല്ലെ, നീ ആ ബേർഡിനെ മറന്നു പോയിട്ടുണ്ട് അല്ലെ. എന്താണ് അത് പൊയ്ക്കോട്ടെ, അതിനെ പോകാൻ അനുവദിക്കുന്നു പറഞ്ഞു. ലെറ്റ് ഇറ്റ് ഗോ അല്ലെ, പോകാൻ അനുവദിക്കുന്നു പറഞ്ഞു അല്ലെ, അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. Then Zero went to the cage and started cleaning it. അപ്പോൾ എന്താക്കി സെറോ എന്താക്കി കേജിന്റെ അടുത്തേക്ക് പോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി അല്ലെ. He put his hand into the cage. അവൻ എന്താക്കി ആ കൂട്ടിനുള്ളിലേക്ക് അവന്റെ കൈ ഇങ്ങോട്ട് ഇട്ടപ്പോ the little bird was frightened. അപ്പൊ ചെറിയ ബേർഡ് എന്താക്കി പേടിച്ചു അല്ലെ. It flapped its wings. അത് അതിന്റെ ചിറകിട്ടടിച്ചു അല്ലെ. After the cleaning, Zero went out to get some water. ക്ലീൻ ചെയ്തതിന് ശേഷം സെറോ എന്താക്കി വാട്ടർ എടുക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് പോയി അല്ലെ. വാട്ടർ എടുക്കാൻ വേണ്ടിട്ട് ഔട്ട് പുറത്തേക്ക് പോയി അല്ലെ. ഹി ഹാഡ് ഫോർഗോട്ടൺ ടു ഷട്ട് ദ കേജ്. അവൻ പോയപ്പോ എന്താ അവന് മറന്നു, എന്ത് കേജ് കൂടെ അടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ കൂടടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. സെറോ ഷട്ട് ദ കേജ് ഓർ ദ ബേർഡ് വിൽ ഫ്ലൈ ഔട്ട് ആൻഡ് ഹർട്ട് ഇറ്റ് സെൽഫ്. ഹിസ് മദർ കോൾഡ് ഔട്ട്. അപ്പൊ അവന്റെ അമ്മ എന്താ വിളിച്ചു പറയാണ് അല്ലെ, സെറോ ആ കേജ് കൂടെ അടക്കി, അല്ലെങ്കിൽ ബേർഡ് എന്താക്കും പറന്ന് പുറത്തേക്ക് പോയിട്ട് അതിന് എന്താണ് മുറി പറ്റും എന്ന് പറഞ്ഞു അല്ലെ. വീടിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞാൽ അതിന് മുറി പറ്റും എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു അല്ലെ. On the 3rd day, Zero forgot all about the bird. 3ാമത്തെ ദിവസം സെറോ എന്താക്കി ബേർഡിനെ കുറിച്ചിട്ട് എല്ലാ കാര്യവും കൊണ്ട് മറന്നുപോയി അല്ലെ. What does this show? ഇതെന്താ കാണിക്കുന്നത്, എന്താണ് ഫസ്റ്റത്തെ 1-2 ദിവസം നമുക്ക് അതിനോട് ഭയങ്കര ശ്രദ്ധിക്കില്ല. 3ാമത്തെ ദിവസം പിന്നെ എന്താ നമ്മൾ നെവർ മൈൻഡ് ആക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് മറന്നു പോവുകയാണ് അല്ലെ, അതിന്റെ ആഗ്രഹം തീരുകയാണ് അല്ലെ. What will the bird do when it sees the cage open? ബേർഡ് എന്താ കേജ് തുറക്കുന്ന, അതായത് കൂട് തുറന്നിട്ട് കണ്ടാല് ഈ ബേർഡ് എന്തായിരിക്കും ചെയ്യാ,
എന്താ ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും, പറന്നു പോകും അല്ലെ. ദ ഫാളൻ ബേർഡ്, എന്താ നിലത്ത് വീണ ബേർഡ് അല്ലെ, പക്ഷി. Before Sero's mother could complete her words, the bird came out of the cage. അവന്റെ അമ്മ, സെറോന്റെ അമ്മ പറഞ്ഞു തീരുന്നേ മുന്നേ തന്നെ ബേർഡ് എന്താക്കി? കേജിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലെ, came out. It spread its wings and flew around the room. അത് അതിന്റെ വിങ്സ് അല്ലെ, അതിന്റെ ചിറക് ഇങ്ങനെ വിടർത്തിയിട്ട് എന്താക്കി? റൂമിന് ചുറ്റും പറന്നു അല്ലെ. It hit against the window and fell. അത് വിൻഡോന്റെ അടുത്തേക്ക് പറന്നപ്പോ എന്താക്കി? അത് വിൻഡോ എന്താണ് ജനൽമ പോണ്ട് ഇടിച്ചിട്ട് നിലത്തേക്കാട്ട് വീട് അല്ലെ. സെറോ came running in അല്ലെ, സെറോ എന്താക്കി? ഓടി ഇങ്ങോട്ട് വന്നു അല്ലെ. He picked the bird up. അവരെന്താക്കി? ആ ബേർഡിനെ അങ്ങോട്ട് ഉയർത്തി എടുത്ത് അല്ലെ. He put it back in the cage. അവനെന്താക്കി? അത് ആ കേജിലേക്ക് വെച്ചു അല്ലെ. ആ ബേർഡിനെ കേജിലേക്ക് തന്നെ വെച്ചു അല്ലെ. The bird was still alive. ബേർഡ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ. But it lay on the floor with its wings spread out. പക്ഷെ എന്താണ്? അതിന്റെ ഫ്ലോറിൽ എന്താണ്? അതിന്റെ വിങ്സ് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുക അല്ലെ. ആകെ അതിനെന്തോ പറ്റിയെന്തോ മുറി പറ്റിയിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് അതിന്റെ ചിറക് ഇങ്ങോട്ട് വിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഭാഗം ഇങ്ങനെ വിരിച്ചു വെക്കല്ലേ. അപ്പൊ എന്താണ്? നിലത്തേക്ക് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ഇറ്റ് വാസ് ബ്രീത്തിങ് ഹെവിലി. അതെന്താണ്? ശ്വാസം എടുക്കുന്നത് ഭയങ്കര കൂടുതലാണ് അല്ലെ. സെറോ kept looking at it. സെറോ എന്താക്കി? അതിനിങ്ങനെ നോക്കിയിരുന്നു അല്ലെ. He started weeping. അവൻ എന്താക്കി? കരയാൻ തുടങ്ങി അല്ലെ. Mother, what shall I do now? He asked. അമ്മ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു അല്ലെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അല്ലെ. ഇനി ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ അവൻ അമ്മേനോട് ചോദിച്ചു. You can do nothing now, she replied. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അല്ലെ. What do you think will happen to the bird? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ബേർഡിന് എന്ത് സംഭവിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത്? You can do nothing now. Why did Sero's mother say so? നിനക്കൊന്നും ഇനി ഒന്നും ചെയ്യാനില്ലാന്ന് അമ്മ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? The sleepless night. എന്താണ്? രാത്രിയിലെ ഉറങ്ങാത്ത രാത്രി, ഉറക്കമില്ലാത്ത രാത്രിയാണ് അല്ലെ. സെറോ സ്റ്റേഡ് ബൈ ദ കേജ് ഓൾ ഡേ. അപ്പൊ എല്ലാ ദിവസവും പകൽ മുഴുവനും അല്ലെ, ഓൾ ഡേ എന്താണ്? ദിവസം മുഴുവൻ എന്താക്കി? സെറോ ആ കേജിന്റെ അടുത്ത് തന്നെ നിന്നു അല്ലെ. ഹി ഡിഡ് നത്തിങ്. അവനൊന്നും ചെയ്തില്ല അല്ലെ. ബട്ട് ലുക്ക് അറ്റ് ദ ബേർഡ്. ബേർഡിനെ ഇങ്ങനെ നോക്കിയിരുന്നു അല്ലെ. അറ്റ് ദ ടൈം ദ ബേർഡ് ലേ ഓൺ ഇറ്റ്സ് ബ്രീസ്റ്റ് ബ്രീത്തിങ് ഹെവിലി. ഓൾ ദ ടൈം അല്ലെ. ഓൾ ദ ടൈം എല്ലാ സമയം ബേർഡ് എന്താണ്? നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം ഇങ്ങനെ ഇടുകയാണ് അല്ലെ. ആഫ്റ്റർ സെറോ വെന്റ് ടു ബെഡ് ദ ബേർഡ് ഡൈഡ്. എന്താണ്? സെറോ ബെഡിന്റെ അടുത്തേക്ക് പോയപ്പോ എന്താക്കി? ബേർഡ് പോയതിനു ശേഷം എന്താക്കി? ബേർഡ് ഡൈഡ്. ഡൈഡ് പറഞ്ഞ ചത്തു അല്ലെ. സെറോ കുഡ് നോട്ട് സ്ലീപ് ഫോർ എ ലോങ് ടൈം. സെറോക്ക് കുറെ നേരം ഉറങ്ങാൻ കഴിഞ്ഞില്ല അല്ലെ. എവറി ടൈം ഹി ഷട്ട് ഹിസ് ഐസ്. എന്താണ്? അവന്റെ കണ്ണുങ്ങോട്ട് അടയ്ക്കുമ്പോ അല്ലെ. ഹി സോ ദ ബേർഡ് ഗ്യാസ്പിംഗ് ആൻഡ് ലൈയിങ് സ്റ്റിൽ. എന്താണ്? അവന് കാണുന്ന എന്താണ്? കണ്ണടയ്ക്കുമ്പോഴത്തേക്കും കാണുന്ന എന്താണ്? ബേർഡ് ഇങ്ങനെ ശ്വാസം ഭയങ്കരമായിട്ട് വലിക്കുന്നതും നിലത്ത് കിടക്കുന്നതും ഒക്കെയാണ് ലൈയിങ് സ്റ്റിൽ ഇങ്ങനെ തോന്നുകയാണ് അവരെ ഇങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ ബേർഡ് ഗ്യാസ്പ് ചെയ്യുന്നൊക്കെയാണ് അവൻ തോന്നുന്നത് അല്ലെ. ഇൻ ദ മോർണിംഗ് വെൻ സെറോ വെന്റ് ടു ദ കേജ് അല്ലെ. രാവിലെ എന്താക്കി? സെറോ കേജിന്റെ അടുത്ത് പോയപ്പോൾ ഹി സോ ദ ബേർഡ് ലൈയിങ് ഓൺ ഇറ്റ്സ് ബാക്ക് സ്റ്റിഫ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ്. അവൻ കണ്ട് എന്ത്? ബേർഡ് എന്താണ്? അങ്ങനെ കിടക്കുകയാണ് അല്ലെ. ലെഗ് ക്രോസ് അല്ലെ, കാലിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. എന്താ അതിന്റെ അർത്ഥം? അത് ചത്തിട്ട് അല്ലെ. സെറോ നെവർ കോട്ട് ബേർഡ്സ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ സെറോ ഒരിക്കലും എന്താക്കിയില്ല? ബേർഡ്സിനെ പിടിച്ചിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്റ്റോറിയിലെ. അപ്പൊ നമ്മൾ എന്താക്കരുത്? ഒരു ജീവികളെ നമ്മൾ എന്താക്കരുത്? ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ. നമ്മൾ എന്താക്കരുത്? നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ എന്താക്കുക? നമ്മൾ അതിനെ പിടിച്ചാല് അതിറ്റുള്ള ജീവൻ തന്നെയാ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ വിഷമാവൂലേ. അപ്പൊ നമ്മൾ എന്താക്കരുത്? ഒരു ജീവിനെയും പിടിക്കരുത്. ഇപ്പൊ നമ്മൾ ചിലരൊക്കെ ബട്ടർഫ്ലൈനെയൊക്കെ പിടിക്കില്ല, പൂമ്പാറ്റനെയൊക്കെ ഒന്നും പിടിക്കരുത്. വെറുതെ എന്തിനായിട്ടുങ്ങളൊക്കെ ജീവൻ കളയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ആൻഡ് അഡാപ്റ്റഡ് സ്റ്റോറി ഓഫ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയിന്റെ സ്റ്റോറിയാണ് ഇത് അല്ലെ. അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താക്കുക? ഇത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ഈ ചാപ്റ്റർ വായിക്കുക. ഓക്കെ, നന്നായി ചാപ്റ്റർ വായിക്കുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ അമ്മേനെ വായിച്ച് കേൾപ്പിക്കുക കേട്ടോ. ടീച്ചർ ഇതൊന്നും കൂടി വായിച്ചു തരാം. നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ടീച്ചറെ കൂടുതലൊന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, ടീച്ചർ വായിച്ചു തരാം, നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പൊ എന്താണിത്? Unit 7, the bird. Unit 7, the bird. Look at the picture carefully. The gift. It was Sero's birthday. He received many presents, but the present his uncle gave him was a different one. He thought it was more interesting than the rest.
It was a trap for catching birds. Sero was very happy. He ran into the house to show his mother the trap. But his mother said, "It is not a good plaything. What do you want to do with birds? Why do you want to trap them? I am going to keep them in a cage," Sero said. "They will sing for me and I will feed them." The trap. Sero collected some seeds. He scattered them on the board of the trap and sat in the backyard. He stood there waiting for the birds. But the birds were scared of him. They would not come near the trap. Sero left the trap in the backyard and went inside the house. Heartbeats. After dinner, he ran eagerly to look at the trap. It was shut. He saw a little bird beating its wings against the bars. Sero took the trap and carried it into the house. "Mother, look, I have caught a bird," he cried. "I think it is a nightingale. Just see how its heart beats." His mother said that it was a wild canary. "Be careful. Don't hurt it. You had better let it go." "No, I am going to give it some food," he said. Sero put the bird in a cage. For 2 days, he gave it seeds and water. On the third day, he forgot all about the bird. He did not even feed the bird. His mother said, "See how you have forgotten your bird. See how you have forgotten your bird. Let it go." Then Sero went to the cage and started cleaning it. He put his hand into the cage. The little bird was frightened. It flapped its wings. After the cleaning, Sero went out to get some water. He had forgotten to shut the cage. "Sero, shut the cage or the bird will fly out and hurt itself," his mother called out. The fallen bird. Before Sero's mother could complete her words, the bird came out of the cage. It spread its wings and flew around the room. It hit against the window and fell. Sero came running in. He picked the bird up. He put it back in the cage. The bird was still alive, but it lay on the floor with its wings spread out. It was breathing heavily. Sero kept looking at it. He started weeping. "Mother, what shall I do now?" he asked. "You can do nothing now," she replied. The sleepless night. Sero stayed by the cage all day. He did nothing but look at the bird. All the time the bird lay on its breast, breathing heavily. After Sero went to bed, the bird died. Sero could not sleep for a long time. Every time he shut his eyes, he saw the bird gasping and lying still. In the morning, when Sero went to the cage, he saw the bird lying on its back, stiff with legs crossed. Sero never caught birds after that. Okay. അപ്പോൾ എന്താണ് നിങ്ങൾ വായിച്ചല്ലോ അല്ലേ? അപ്പോൾ നന്നായി വായിക്കുക കേട്ടോ. നന്നായി ഓരോ വേർഡ്സും ഓരോ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് വായിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നന്നായി സ്പീഡിൽ വായിക്കാൻ പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ടീച്ചർ ഈ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ആക്ടിവിറ്റീസും പോയൊക്കെ ടീച്ചർ എന്താക്കുക അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. താങ്ക് യു.